ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. അതെ, ആദ്യത്തിനെ നാം പ്രണമിക്കണം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം, ആത്മപ്രഭാവം, വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ്. സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്. സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ, സമാജത്തിൽ നിലനിൽക്കും. ഇതാണ് സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ, തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും, തൻ്റെ പ്രഭാവം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്. ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ, സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഉത്തരായണം എന്നാണ് പറയുക. ദക്ഷിണായനം, ഉത്തരായണം. മകരം 1 മുതൽ മിഥുനം 31 അല്ലെങ്കിൽ 30 വരെയുള്ള 6 മാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു. മകരം 1 ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക. ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 ധനുമാസം 30-ാം തീയതി മുതൽ, അതായത് 2026 ജനുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് 3:15 മുതൽ സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിക്കുകയാണ്. മകരമാസം 1 പിറക്കുകയാണ്. സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം 1-ാം തീയതി ആവുക. നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം 1-ാം തീയതി എന്നാണ്. യഥാർത്ഥത്തിൽ ബുധനാഴ്ച 3:15 മുതൽ ഉച്ചയ്ക്ക് IST സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകരമാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം, വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ ആരംഭിക്കുക. അത്രത്തോളം പ്രാധാന്യം. പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത്. ആ ശിവൻ്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചൊല്ലും. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദതത ഋഷിഗണേ ജ്ഞാനമീശാനമീടെ. ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന. എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണശ്രേയ, ഞങ്ങളുടെ വാക്ക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കവടിക്രിയ ആരംഭിക്കുന്നത്. രാവിലെ ഉണർന്ന് ഉത്ഥായ ഉഷസി, കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല. അനുഭവങ്ങൾ ധാരാളമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ നിൽക്കുന്ന 4-ാം ഭാവത്തിലാണ്. പാപഗ്രഹം 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്ര ശുഭമാണോ? അല്ല. 4-ൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം, ഹോരാശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം, വിസുഖ പീഡിതമാനസശ്ചതുർത്ഥേ വിഗതം സുഖം യസ്യ സഹ. സുഖം കൈവിട്ട് പോകും. പീഡിതമാനസ, മനസ്സിന് അങ്ങേറ്റം പീഡയുണ്ടാകും. അതിനാൽ ശരീരത്തിനുണ്ടാകുന്ന രോഗം എന്താണ്? വ്യാധിയാണ്. മനസ്സിനുണ്ടാകുന്ന രോഗം ആധിയാണ്. ആധിക്ക് അടിമപ്പെടും. ഭയങ്കരമായി മാനസിക പ്രയാസങ്ങളും സംഘർഷങ്ങളും വരും. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. അധോമുഖരാശി ആരൂഢമാണ്. ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. ഇല്ലെങ്കിൽ വാഹനാപകടങ്ങൾ
വന്ന് ബുദ്ധിമുട്ടും താൻ. ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്ര, ടെൻഷനോടുകൂടി വണ്ടി ഓടിക്കുക, വാഹനം എവിടെയും കൊണ്ട് ഇടിക്കുക, ഇതിനൊക്കെ ഈ ഒരു മാസത്തിന് സാധ്യത വളരെ കൂടുതലാണെന്ന് അറിയുക. പിന്നീട് 4-ാം ഭാവം എന്താണ്? മാതുർമാതുല ഭഗിനിയ സുഹൃതാം, അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, സുഹൃത്തുക്കൾ. പിന്നീടോ ഗോവേശ്മ ശയ്യാസന ക്ഷേത്രം, അല്ലേ, ഭൂമി, നാൽക്കാലികൾ, ലാളിത്യം, അംഭ, ശൈനന്യവൃദ്ധിർ, പശ്വാദികം. നാൽക്കാലികൾ ഞാൻ പറഞ്ഞു. ലാളിത്യം, അംഭശയനം, ജലത്തിൻ്റെ കിടപ്പ്, ജലാശയങ്ങൾ. പശ്വാദികം, നാൽക്കാലികൾ, ജന്മഗൃഹം, ജനിച്ച തറവാട്. ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. തൻ്റെ വീട് ചിന്തിക്കണം, ജന്മഗൃഹം ചിന്തിക്കണം. ഈ ഭാഗങ്ങൾക്കൊക്കെ തന്നെ 4-ൽ നിൽക്കുന്ന ആദ്യത്തേനും ബുദ്ധിമുട്ടുണ്ടാകും. അമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അമ്മാന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തർക്കം വരും. ഇതിനൊക്കെ വളരെ ജാഗ്രത പാലിച്ചുകൊള്ളണം. വാഹനം ഞാൻ സൂചിപ്പിച്ചു, വളരെ ശ്രദ്ധിക്കുക. അധോമുഖരാശി ആരൂഢമാണ്. കാശ് കൊടുത്താൽ തിരിച്ചും കിട്ടില്ല. അത് മനസ്സിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കും തുലാൻ രാശിക്കാർക്ക്. അല്ലെങ്കിൽ തന്നെ തുലാൻ രാശിക്കാരുടെ ജന്മസിദ്ധമായ സ്വഭാവം എന്താണ്? ബന്ധൂനാം ഉപകാരകർത്താണ്. ബന്ധുക്കൾക്ക് വലിയ ഉപകാരം ചെയ്യും, ബന്ധുക്കളുടെ ഇടയിൽ വലിയ ആളാകും. ഇപ്പം 4-ൽ സൂര്യൻ വരുമ്പോൾ ആളായാൽ തന്നോട് ബന്ധുക്കൾക്ക് കലശലായ അസൂയ വരും. അത് ശത്രുതയിലേക്ക് പോകും, അവർ പ്രശ്നങ്ങളുണ്ടാകും. പലപ്പോഴും ദേശം വിട്ടുപോയി വന്ന് ബന്ധുക്കളുടെ സംഗമത്തിൽ, കുടുംബസംഗമത്തിലൊക്കെ പങ്കെടുത്താൽ വലിയ ആളായി എന്ന് കരുതിയാൽ ഇവിടെ ദോഷമാണ് വരിക. അനാവശ്യമായ വിവാദങ്ങളൊക്കെ ഉണ്ടാകും. താൻ വലിയ ആളായി നടിച്ച് തനിക്ക് പൊന്താത്ത എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറയുക. അത് ഫുൾഫിൽ ചെയ്യാതിരിക്കുമ്പോൾ പരിഹാസ്യനാകും. അതൊക്കെ ശ്രദ്ധിക്കണം. അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾക്കൊന്നും ഈ ഒരു മാസം പോകരുത്. ഇവിടെ സൂര്യൻ ലാഭാധിപനാണ്. ലാഭാധിപനായ ഗ്രഹം 4-ാം ഭാവത്തിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചാലും ഒരുപക്ഷെ ഭൂമി ലാഭം ഉണ്ടാകാം. പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവിടെയൊന്നും നാം ആഗ്രഹിച്ച ഭൂമി കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മളടുത്ത് കാശുണ്ടെങ്കിൽ ബന്ധുക്കൾ നമ്മളിൽ നിന്ന് വലിയ ധനം പ്രതീക്ഷിക്കും. 1 ലക്ഷം സെൻറ്റിനാണെങ്കിൽ ബന്ധുക്കൾ 2 ലക്ഷം വേണമെന്ന് പറയും. അവന് കാശില്ല, കൊടുക്കട്ടെ. അതിനാൽ തന്ത്രപൂർവം സമീപനത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കണം. നമ്മുടെ കാശൊന്നും പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ ശോഭ കാരണം ബന്ധുക്കൾ കലഹിക്കും തന്നോട്. ചമത്കാരി എന്താണ് അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. തുരിയെ ദിനേശെ അതിശോഭാധികാരം ജനസമ്പ്രജൻ വിഗ്രഹം ബന്ധുതോപി. തൻ്റെ ശോഭ കാരണം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കും. പ്രവാസി, താൻ ദേശം വിട്ടുപോകും. വിപക്ഷാഹവേ മാനഭംഗം, ശത്രുവായിട്ടുള്ള യുദ്ധത്തിൽ തനിക്ക് പരാജയം വരും. മധ്യസ്ഥമൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രതികൂലമായിട്ടാണ് വരിക. പ്രപ്പോസൽസ് അനുകൂലമായിട്ടായിരിക്കില്ല. കഥാചിന്ന ശാന്തം ഭവേത്തസ്യ ചേതഃ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു ശാന്തി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാത്ര, ഡ്രൈവിങ്ങൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നിർബന്ധമായും ചെയ്യാൻ പറ്റുന്ന പരിഹാരം തൻ്റെ ധർമ്മദൈവ സംഘത്തിൽ പോവുക. അവിടെ നിർബന്ധം വിളക്ക്, എണ്ണ, മാല, പായസമൊക്കെ കഴിപ്പിക്കുക. ധർമ്മദൈവ പ്രീതി തന്നെ, അതിനപ്പുറത്തൊന്നുമില്ല. പറ്റുമെങ്കിൽ ഈ ഒരു മാസം കഴിയുന്നതുവരെ എല്ലാ ശനിയാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര വഴിപാട് ചെയ്യുക. ഓം നമഃ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. സൂര്യ നമസ്കാരം ചെയ്യുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ഇതൊക്കെയാണ് പരിഹാരങ്ങൾ. അല്ലാതെ നാം ഇങ്ങനെ മോഡൗട്ടായി വീട്ടിലിരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ രംഗത്തിറങ്ങണം. എന്നിട്ട് പരിഹാരങ്ങൾ ചെയ്താൽ തുലാൻ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലത്തെ ക്ലേശങ്ങളെ പരിഹരിക്കാം. നന്ദി, നമസ്തേ.